ഇതിന്റെ ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഗുജറാത്തിൽ ഒരു ഡോക്ടർ അടക്കം 3 പേരെ അവിടുത്തെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭീകരപ്രവർത്തകരാണ് അല്ലെങ്കിൽ ഭീകര സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ് എന്ന അനുമാനത്തിലായിരുന്നു ഈ അറസ്റ്റ്. പിന്നീട് ഇന്നലെ ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദില് 8 പേരെ അറസ്റ്റ് ചെയ്തു. അവരുടെ പക്കൽ നിന്ന് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ അറസ്റ്റിലായ 8 പേരില് 3 പേര് ഡോക്ടർമാരാണ്. ഇത് വൈറ്റ് കോളർ ഭീകര സംഘമെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന സംശയമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫരീദാബാദിൽ അറസ്റ്റ് നടന്നതിന് ശേഷമാണ് ഡൽഹിയിലെ സ്ഫോടനം നടത്താനുള്ള തീരുമാനം ഉണ്ടായത് എന്നാണ്. പ്രബല ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയുടെ ഒരു കമാൻഡർ സൈഫുള്ള സയ്യിദ് കഴിഞ്ഞ ദിവസം, അതായത് ഒക്ടോബർ 30 പാകിസ്ഥാനിലെ ഖേർപൂരിൽ നടന്ന ഒരു റാലിയില് ഇന്ത്യയിലെ ഭീകരാക്രമണം ഉടനെ നടക്കുമെന്ന് ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾക്കും ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തില്, അതായത് ഗുജറാത്തിൽ നിന്ന് 3 പേരെ അറസ്റ്റ് ചെയ്യുന്നു, ഫരീദാബാദിൽ നിന്ന് 8 പേരെ അറസ്റ്റ് ചെയ്യുന്നു, അവരുടെ പക്കൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ 2900 കിലോഗ്രാം അത് പിടിക്കുന്നു. എന്നിട്ടും ഈ ഡൽഹിയിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ഈ സ്ഫോടനത്തെ കുറിച്ച് മുൻകൂട്ടി അറിയാനോ അവിടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനോ സാധിച്ചില്ല എന്നുള്ളത് ഇന്റലിജൻസ് ഏജൻസികളുടെയും സുരക്ഷാ ഏജൻസികളുടെയും വീഴ്ച തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.